നമസ്കാരം. ADGP MR അജിത് കുമാറിനെതിരെ വിമർശനം തുടരുകയാണല്ലോ. നിലമ്പൂർ MLA PV അൻവർ അതിനിടെ P ശശിക്കെതിരായ രാഷ്ട്രീയ ആരോപണം അൻവർ വിടുകയും ചെയ്തിട്ടുണ്ട്. CPM-ലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയിൽ അജിത് കുമാറിനെതിരെ പോരാട്ടം കടുപ്പിക്കാനാണ് അൻവറിന്റെ നീക്കമെന്നും അറിയുന്നു. ADGP അവധിയിൽ പോകുമെന്ന പ്രതീക്ഷയാണ് അൻവറിന് ഉള്ളത്. കോഴിക്കോട്ടെ വ്യവസായിയായ മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ ADGP MR അജിത് കുമാറിന്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് അൻവർ പറഞ്ഞത്. ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും അജിത് കുമാർ അവധിയിൽ പോയത് തെളിവുകൾ നശിപ്പിക്കാനാണെന്നുകൂടി അൻവർ ആരോപിച്ചിരുന്നു. അജിത് കുമാർ നെട്ടോറിയസ് ക്രിമിനൽ ആണെന്നും അൻവർ ആരോപിച്ചു. അജിത് കുമാറിന് സുജിത് ദാസിന്റെ ഗതി വരുമെന്നും കാലചക്രം തിരിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അൻവറിനെ ഒതുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് അൻവറിന് ആരോപണം ഉന്നയിക്കുന്നതിൽ ഒരു മയമൊക്കെ വന്നിട്ടുള്ളത്. ഇതോടെ P ശശിക്കെതിരെ പറയില്ല, ADGPക്കെതിരെ പറയുമെന്നതായി നിലപാട്. P ശശിയും അൻവറും തമ്മിൽ ചില ധാരണകളിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് കിട്ടുന്ന വിവരം. P ശശിയുടെ ധാരണ പ്രകാരമാണ് മന്ത്രിസഭാ പുനഃസംഘടന നടക്കുന്ന സമയത്ത് അൻവറിന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയെ തുടർന്നായിരുന്നു. തിരഞ്ഞെടുപ്പിലെ പരാജയ പാപഭാരം EP ജയരാജന്റെ തലയിലിട്ട് മുങ്ങിയെന്ന ആക്ഷേപം ഒഴിവാക്കുകയെന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് മുഖ്യമന്ത്രി ആലോചിച്ചത്. ഈ ബുദ്ധിയെക്കുറിച്ച് ആലോചിച്ചതിന്റെ പിന്നാമ്പുറത്തും P ശശി തന്നെയാണ് എന്നതാണ് വിവരം. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അംഗം അവസാനിപ്പിച്ച നിലയിലായിരുന്നു. സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണ് ചെയ്തതെന്നും എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തെന്നും വ്യക്തമാക്കിയ അൻവർ തന്റെ ഉത്തരവാദിത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ആരോപണം മയപ്പെടുത്തുകയായിരുന്നു. അൻവർ മന്ത്രിസഭയിലെത്തിയാൽ V അബ്ദുറഹിമാന്റെ മന്ത്രിസ്ഥാനം തെറിക്കും. 2.5 വർഷം കഴിഞ്ഞ് അഹമ്മദ് ദേവർകോവിലിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും അബ്ദുറഹിമാനെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ പിണറായി അനുവദിക്കുകയായിരുന്നു. 29ഓളം വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട്. ചില വകുപ്പുകൾ മന്ത്രിമാർക്ക് നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാവുകയും ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈകാര്യം ചെയ്തതിൽ സജി ചെറിയാന് വീഴ്ച പറ്റിയെന്ന വിമർശനവും ശക്തമാണ്. അതുകൊണ്ട് തന്നെ സജി ചെറിയാനിൽ നിന്ന് സിനിമാ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുമെന്ന അഭ്യൂഹവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രി കൈയാളുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ അൻവറിനെ കൈമാറാനുള്ള സാധ്യതയുമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മന്ത്രിസഭയുടെ മുഖം മിനുക്കലല്ലാതെ മറ്റൊരു പോംവഴിയും പിണറായിയുടെ മുന്നിലില്ല എന്ന് ഉപദേശിച്ചത് P ശശി. സാമ്പത്തിക പ്രതിസന്ധിയും ആരോപണ ശരങ്ങളും എല്ലാം ഏറ്റ് സർക്കാർ ശരശയ്യയിലാണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് പിണറായിക്ക് തന്നെയാണ്. ഒക്കച്ചങ്ങായിയായ EP ജയരാജന്റെ കസേര തെറിച്ചതോടെ മുന്നണിയിലും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ബുദ്ധി ഉപദേശിച്ച P ശശി വീണ്ടും രംഗത്തെത്തുന്നതും. അങ്ങനെയാണെങ്കിൽ അൻവർ പിന്നീട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിലെല്ലാം മയപ്പെടുത്തി പിൻവലിയാനുള്ള സാധ്യതയുമുണ്ട്. അൻവർ നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്നതാണ് മന്ത്രിസ്ഥാനം. പക്ഷേ പിണറായി വിജയൻ നൽകിയില്ല എന്നുള്ളത് മാത്രം. അതിനുള്ള സാധ്യതകളൊക്കെ പല വഴിയിലൂടെ അൻവർ നോക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെല്ലാം പിണറായി തടയിട്ടു. എന്നാൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അൻവറിനെ അടക്കി നിർത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിന് നൽകേണ്ടി വരിക വലിയ വിലയാണ്. ആ വിലയുടെ ഭാഗമായിട്ടാണ് മന്ത്രിസ്ഥാനം വച്ചു നീട്ടുന്നത് എന്നതും പറയപ്പെടുന്നു. നന്ദി.